നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി ഹരിത പഞ്ചായത്ത്. ഹരിത കർമ്മസേനയും കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളെയും പൊതുസമൂഹത്തെയും സാക്ഷി നിർത്തി ഇലഞ്ഞിയെ ഹരിത ഗ്രാമപഞ്ചായത്തായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ വച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകളായ കുടുംബശ്രീ യൂണിറ്റുകളെയും ADS യൂണിറ്റുകളെയും വ്യക്തികളെയും ഉപകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. യോഗത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഹരിത റാലി ഇലഞ്ഞി ബസ് സ്റ്റാൻഡ് ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മോളി എബ്രഹാം, ജിനി ജിജോയ്, മാജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MP ജോസഫ്, ജോർജ് ചമ്പമല, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സന്തോഷ് കോരപ്പിള്ള, സുജിത സദൻ, CDS പ്രസിഡന്റ് വത്സ വർഗീസ്, കില RP മർക്കോസ്, ഉലഹന്നാൻ, അഞ്ജു സൂസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബെനിഫസ് M, സിറിയക്, മഞ്ജുഷ് ജോസഫ്, ആതിര തങ്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥലങ്ങൾക്ക് ലഭ്യമാണ്. MCF നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ഉണ്ടായ മറ്റൊരു പ്രശ്നം MCFിനകത്ത് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം MCFിൽ ഇത് തരംതിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേനയിലെ സഹോദരിമാർക്ക് കുടിവെള്ളം പോലും ഇല്ലാത്ത MCFകൾ ഉണ്ടായി. നമ്മുടെ കുടിവെള്ളം ലഭ്യമാക്കാൻ തീരുമാനമെടുത്തു. അവിടെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ക്യാമറ വെക്കാൻ തീരുമാനിച്ചു, സോർട്ടിംഗ് ടേബിൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, വെയിലിംഗ് മെഷീൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി ഇപ്പൊ വളരെ ഭംഗിയായി നമ്മുടെ MCFകൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ വരുന്ന വേസ്റ്റുകൾ കൃത്യമായി തരംതിരിച്ച് ഓരോ ഐറ്റമായി തിരിച്ച് നമ്മൾ കഴിച്ചുവിടുന്ന സംവിധാനത്തിലേക്ക് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തുകളെല്ലാം എത്തി നിൽക്കുകയാണ്. പിന്നെ ഉണ്ടായ വിഷയം നമുക്ക് മിനി MCFകൾ സ്ഥാപിക്കുന്ന പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മൾ വീടുകളിൽ നിന്ന് വേസ്റ്റുകൾ കളിച്ചിരുന്നു, പക്ഷേ നമ്മുടെ പൊതു ഇടങ്ങളിൽ പിന്നെയും വേസ്റ്റുകൾ ഉണ്ടായി. അപ്പൊ നമ്മുടെ പൊതു ഇടങ്ങളിൽ വേസ്റ്റുകൾ നീക്കം ചെയ്യാൻ വേണ്ടി കൃത്യമായി നമ്മൾ മിനി MCFകൾ ഓരോ വാർഡിലെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ടായ മറ്റൊരു പ്രശ്നം, ഈ മിനി MCFകളിലേക്ക് പ്ലാസ്റ്റിക് കൂടുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഇടുന്നതിന് പകരം ആളുകൾ ഈ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള കിറ്റുകൾ കൊണ്ടുവന്നിടുന്ന ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങളിത് തുറന്ന സമയത്തല്ലേ വലിയ പ്രശ്നമാണല്ലോ. കാരണം പുഴുവരിച്ച് വലിയ പ്രശ്നം ഈ കുപ്പികളുടെ ഇടയിലും ഭക്ഷണ വേസ്റ്റ് ഉൾപ്പെടെ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായി. നമ്മൾ വീണ്ടും ആളുകളെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ച് ഇപ്പൊ മിനി MCFകളിൽ കുപ്പികൾ ഇടുന്ന സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമാകുന്ന സംവിധാനത്തിൽ മിനി MCFകൾ. പിന്നെ നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. അതിനുശേഷം നമ്മൾ പൊതുസ്ഥാപനങ്ങളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ, കൃഷിഭവൻ ഉൾപ്പെടെ, നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഘടക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളെല്ലാം നമ്മൾ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ നിരവധിയായിട്ടുള്ള കടമ്പകൾ കടന്ന് ഓരോ ഘട്ടത്തിലും ആളുകളെ കൃത്യമായി ബോധവൽക്കരിക്കാൻ. ആളുകൾ ഒരു പെട്ടെന്നൊരു സംസ്കാരത്തിൽ നിന്ന് മാറാൻ ആളുകൾ തയ്യാറല്ല. കാരണം നമ്മൾ ശീലിച്ചു പോകുന്ന ഒരു കാര്യം അത് പെട്ടെന്ന് മാറാൻ തയ്യാറല്ല. പക്ഷെ ആളുകളെ അങ്ങനെ നിരന്തരമായി പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വോളണ്ടിയർമാരും പഞ്ചായത്തിലെ ജീവനക്കാരും ഒക്കെ പറഞ്ഞ് ആളുകളെ നിലയിലെത്തി. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മൾ പരിപൂർണമായി മാലിന്യമില്ലാത്തൊരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് എത്തി നിൽക്കുന്ന വേളയിലാണ് നമ്മൾ ഇന്ന് ഈ മാലിന്യമുക്ത പഞ്ചായത്തായി നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വരുമ്പോഴും ഞാൻ പറയുന്നത് 100% എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ 80% അപ്പുറത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 80 കഴിഞ്ഞാൽ പ്രഖ്യാപിക്കാമെന്നാണ് തീരുമാനമുള്ളത്. നമുക്ക് ഇനിയുള്ളൊരു നമ്മുടെ മുമ്പിലൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്തായി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെയാണ് വാർത്ത വരും, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചെന്ന് വാർത്ത വരും. പിന്നെയുള്ളൊരു ഉത്തരവാദിത്വം വെല്ലുവിളി എന്ന് പറയുന്നത്, ഇനിയാണ് ആളുകൾ മുഴുവൻ മാലിന്യമുക്ത പഞ്ചായത്താണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് വഴിയിൽ കണ്ടാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മാലിന്യ കുമ്പാരം കണ്ടാൽ ആളുകൾ പറയാൻ പോകുന്നത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചല്ലോ എങ്കിൽ പിന്നെ വീണ്ടും എന്താ വേസ്റ്റ് എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അതില്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ നിരന്തരമായിട്ടുള്ളൊരു വാച്ച് ചെയ്ത് അതില്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം എന്താ വെച്ചാൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മാലിന്യം ഉണ്ടാകാൻ പാടില്ല, ഒരു കാരണവശാലും മാലിന്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആ നിലയിലുള്ള ഒരു വെല്ലുവിളിയായി കൂടി അത് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് ഏതെങ്കിലും ഒരു പത്രത്തിൽ വാർത്ത വരാനോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ മികവായി കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ നമ്മുടെ ആരോഗ്യ സൂചികയും നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ രംഗത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. കോവിഡിന് ശേഷമുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നിന്ന നിൽപ്പിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഒരുപാട് പേർ, ശരിയല്ലേ, ഒരുപാട് പേർ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം.
പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.